നമുക്ക് സോമേട്ടന്റെ വീട്ടിലൊന്നും കൂടി കയറണം കേട്ടോ. വൈകുന്നേരത്ത് കയറാം. അപ്പോ വൈകിട്ടാണോ? വൈകിട്ടാണോ? എടാ ആ ചിന്നുവിന്റെ ഫസ്റ്റ് ഹോട്ടൽ. ആ അതെ. ചിന്നുവിന്റെ എന്റെ അമ്മയുടെ കൂട്ടി ഇത്തവണ നമുക്ക് പോരണം. നോക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പിക്കണം. നാട്ടുകാരുടെ വോട്ട് മാത്രം പിടിച്ചാ പോരാ, സ്വന്തം വീട്ടിലെ വോട്ട് ഉറപ്പിക്കണ്ടേ? സെറ്റാക്കണം. ശരി അമ്മ ചായ. അമ്മ എത്തിയോ? ഇന്നും ദോശ വേടിക്ക്. നടന്ന് മലങ്ങിന്റെ മനുഷ്യൻ അണക്കെന്തടി താഴ്ത്തിരുന്ന് കഴിച്ചാ ഓളുടെ ഒരു ഇരുത്തം കണ്ടില്ലേ? ഓ പിന്നെ ഇറങ്ങിയിരിക്കടി, എനിക്ക് സൗകര്യമില്ല. അമ്മ എന്തിനാ ഈ അയിന്റെ പാക്കറ്റ് ഏർന്ന്? ഓളുടെ ഇരുത്തം കണ്ടില്ലെന്ന്. ഇപ്പൊ അതാണ് കഴിച്ച കണ്ട രണ്ടും കൂടി. കയ്യൊന്നും കഴുകണില്ലേ മിത്രമേ? അമ്മ ആ പറഞ്ഞൂട്. ഇപ്രാവശ്യം നിങ്ങളും ഇവളും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ. ആരുടെ സ്ഥാനാർത്ഥിക്ക്? നമ്മുടെ സ്ഥാനാർത്ഥിക്ക്. ഏത് സ്ഥാനാർത്ഥിക്ക്? ഞങ്ങളുടെ സ്ഥാനാർത്ഥി. ഇല്ലെങ്കിൽ അതിക്കൊരു കുറച്ചിലാവും. നടന്നതന്നെ. എന്തേ? ഞാൻ ചെയ്യില്ല. ഈ ചെയ്യും. നടക്കില്ല മോനെ, എന്റെ കന്നി ഓട്ടാ. അത് ചെയ്യുമ്പോ എനിക്ക് കുറച്ച് അഭിമാനമൊക്കെ തോന്നണം. അതുകൊണ്ട് എന്റെ വോട്ട് ഹൃദയപക്ഷത്തിന്. ഹൃദയപക്ഷം കേട്ടിട്ടില്ലേ? ഹൃദയപക്ഷം ഇടതുപക്ഷം. ഞാൻ പറഞ്ഞത് കേട്ടാ ഒന്നും കേക്കില്ല. എന്റെ പഠനാവശ്യത്തിന് പഠനമുറി ഒരുക്കി തന്നതും ലാപ്ടോപ്പ് തന്നതൊക്കെ ഇടത് സർക്കാരാ. അതുകൊണ്ട് എന്റെ വോട്ട് ഇടത് സർക്കാർ. അമ്മ ചക്ക ഈ വേണ്ടാത്തത് എണ്ണി പെറുക്കാതെ തിന്ന് നീച്ചാടാ അവിടുന്ന്. അമ്മ ഇക്കിതൊരു നാണക്കടാട്ടോ. എന്താ പണക്കൊരു നാണക്കേട്? നിങ്ങളും ഇവളും നമുക്ക് തന്നെ വോട്ട് ചെയ്യണം. കുഞ്ഞാ അണക്കൊരു രാഷ്ട്രീയല്ലേ, അതുപോലെ ഞങ്ങൾക്കൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. എന്ത് രാഷ്ട്രീയം? നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാണ്ടേക്കണാണോ നിങ്ങളുടെ രാഷ്ട്രീയം? നിങ്ങളിപ്പോ എന്തിനാ ചിരിച്ചത്? ഒന്നുമില്ല അപ്പേ, നമുക്ക് ചായ ആണോ? നിങ്ങളിപ്പോ എന്തിനാ ചിരിച്ചത് അത് പറയും. അത് കഴിഞ്ഞിട്ട് മതി ചായയും ദോശയൊക്കെ. എടാ നമുക്ക് എന്നേ ഈ ആചാരം അമ്പലമൊക്കെ ഉണ്ടായി? എനിക്കറിയില്ല. നമ്മുടെ ആൾക്കാർക്ക് എന്നേ അമ്പലത്തിൽ കയറാനും തൊഴാനൊക്കെ പറ്റിയത്? എനിക്കറിയില്ല. നമ്മുടെ കുട്ടിയെ വൈക്കം സത്യാഗ്രഹം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇങ്ങോട്ട് നോക്കട. ഈ ഗുരുവായൂർ സത്യാഗ്രഹം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതെ, സത്യം ചരിത്രം മായ്ക്കലും മറക്കലൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട കേട്ടോ. ഈ നമ്മുടെ ഈ 2 സത്യാഗ്രഹം ഇല്ലേ, അതിൽ പങ്കെടുത്ത എന്റെ 2 പാർട്ടിക്കാരുടെ പേരുണ്ട് പറഞ്ഞിട്ട് കൈ ഒരു 2 ആളുടെ പേരുണ്ട് പറയും. എന്താണ് ഈ തെക്കും വടക്കും നോക്കണം? അനക്ക് ഞാൻ ചോദിച്ചതിന് ചെവിയാക്കല്ലേ? ഉത്തരം ഇങ്ങോട്ട് പറയടാ. പിന്നോക്കക്കാർക്കേ വഴി നടക്കാനും അമ്പലത്തിൽ കയറാനുള്ള അവകാശം നേടിത്തന്നതേ കമ്മ്യൂണിസ്റ്റുകാരാ. നിലമറക്കേ അവന്റെ ഒരു ആചാരം. എങ്ങട്ടാടാ ഈ പായണ്? ഹലോ രമേഷ് ജി, നമ്മുടെ ആരെങ്കിലും ഈ വൈക്യ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 2 വോട്ട് പോവില്ലായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ പങ്കെടുത്തിട്ടില്ല.